IPL 2026 കൊടിയേറ്റത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, റണ്ണുകളുടെയും റെക്കോർഡുകളുടെയും ഒരു മഹാപൂരത്തിനാണ്. രാജ്യം ഒന്നടങ്കം ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം മാത്രം: ഇത്തവണത്തെ സിംഹാസനം ആര് കീഴടക്കും? ആ മനോഹരമായ ഓറഞ്ച് ക്യാപ്പ് ആരുടെ തലയിലാവും? വിരാട് കോഹ്ലിയുടെ രാജകീയ മടങ്ങിവരവും സഞ്ജു സാംസണിന്റെ ചെന്നൈയിലേക്കുള്ള ചുവടുമാറ്റവും ഈ സീസണിനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടമാക്കി മാറ്റുകയാണ്. കളി മാറും, കണക്കുകളും മാറും, കാരണം ഇത് IPL ആണ്. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. IPL 2026 കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം വലിയൊരു ആവേശത്തിലാണ്. ഇത്തവണത്തെ റൺവേട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പ് ആര് സ്വന്തമാക്കും എന്ന ചർച്ചകൾ എങ്ങും മുറുകുകയാണ്. കഴിഞ്ഞ വർഷത്തെ IPL-ന് ശേഷം വീണ്ടും T20 ഫോർമാറ്റിലേക്ക് വിരാട് കോഹ്ലി മടങ്ങിയെത്തുന്നു എന്നതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി കോഹ്ലി വീണ്ടും പാടണിയുമ്പോൾ എതിരാളികളൊന്ന് ഭയക്കും. കാരണം പരിശീലന മത്സരങ്ങളിൽ തകർപ്പൻ ഫോമിലാണ് താരം. IPL-ൽ ഇതിനകം 2 തവണ ഓറഞ്ച് ക്യാപ്പ് അലങ്കരിച്ച ചരിത്രമുള്ള കോഹ്ലി ഇത്തവണയും ആധിപത്യം തുടരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സഞ്ജു സാംസന്റേതാണ്. രാജസ്ഥാൻ റോയൽസുമായുള്ള ദീർഘകാലത്തെ ബന്ധം അവസാനിപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലാണ് സഞ്ജു ഇത്തവണ എത്തുന്നത്. CSKയ്ക്കായി സഞ്ജു ഓപ്പണിംഗ് ബാറ്റിംഗിനിറങ്ങുമെന്ന് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2026 T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായ സഞ്ജുവിന് ഓറഞ്ച് ക്യാപ്പ് നേടാൻ ഇത്തവണ ഏറ്റവും വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ഓറഞ്ച് ക്യാപ്പ് പോരാട്ടം മാത്രമല്ല. 2013 മുതൽ IPL-ൽ കളിച്ചിട്ടും ഇതുവരെ ഒരു കിരീടം ഉയർത്താനുള്ള ഭാഗ്യം സഞ്ജുവിനുണ്ടായിട്ടില്ല. എന്നാൽ ചെന്നൈയിൽ സഞ്ജു കപ്പടിക്കും എന്നുറപ്പിച്ചു പറയാൻ രസകരമായ ഒരു ചരിത്രമുണ്ട്. മുൻപ് രാജസ്ഥാൻ റോയൽസിൽ കളിച്ച് പിന്നീട് ചെന്നൈയിലെത്തിയ പ്രമുഖ താരങ്ങളെല്ലാം അവിടെ കിരീടമുയർത്തിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ മുതൽ ഷെയ്ൻ വാട്സണും ശിവം ദുബെയും റോബിൻ ഉത്തപ്പയും അജിങ്ക്യ രഹാനെയും ബെൻ സ്റ്റോക്സും വരെ ഈ പട്ടികയിലുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും രാജസ്ഥാനിൽ കിരീടം നേടാൻ കഴിയാതിരുന്നവരാണെങ്കിലും ചെന്നൈയിലെത്തിയതോടെ അവരുടെ ഭാഗ്യം തെളിയുകയായിരുന്നു. 2013 മുതൽ കാത്തിരിക്കുന്ന ആ സ്വപ്ന ട്രോഫി സഞ്ജുവിനും ഈ ചെന്നൈ ഭാഗ്യം വഴി ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇവർക്കൊപ്പം ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് താരം അഭിഷേക് ശർമ്മയും മികച്ച ഫോമിലുള്ള ലക്നൌവിന്റെ ഐഡൻ മാർക്രമും പട്ടികയിൽ കരുത്തരായി തന്നെയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിനായി മികച്ച തിരിച്ചുവരവ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇവരെ കൂടാതെ ഇഷാൻ കിഷൻ, വിൽ ജാക്സ് എന്നിവരും ഇത്തവണത്തെ ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ സജീവമായി രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. റണ്ണൊഴുക്കിന്റെ ഒരു പൂരമായിരിക്കും ഈ IPL സീസൺ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിലാണ് സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗിനെക്കുറിച്ചുള്ള മറ്റൊരു ചർച്ച കൂടി ഉയരുന്നത്. സഞ്ജുവിനെ CSKയുടെ കീപ്പറാക്കരുത് എന്നും പകരം ധോണി തന്നെ ഗ്ലൗസ് അണിയണം എന്നുമാണ് മുൻ താരം ശ്രീകാന്ത് അഭിപ്രായപ്പെടുന്നത്. സഞ്ജുവിനെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം കളിപ്പിക്കുന്നത് ടീമിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. റെക്കോർഡുകളും ഭാഗ്യപരീക്ഷണങ്ങളും പുതിയ തന്ത്രങ്ങളും ഒന്നിക്കുന്ന ഈ സീസണിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും സഞ്ജുവിന്റെ ചെന്നൈയിലേക്കുള്ള വരവും കോഹ്ലിയുടെ മടങ്ങിവരവുമൊക്കെ ചേർന്ന് ഈ IPL സീസൺ ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണത്തെ IPL പോരാട്ടം ആര് കൊണ്ടുപോകും? ഓറഞ്ച് ക്യാപ്പ് ആരുടെ തലയിലാവും? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സഞ്ജുവിന്റെയും കോഹ്ലിയുടെയും ആരാധകരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. IPL-ലെയും ക്രിക്കറ്റ് ലോകത്തെയും ഏറ്റവും പുതിയ വിശേഷങ്ങൾ അതിവേഗം അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ക്രിക്കറ്റ് ആവേശത്തിന്റെ പുതിയ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.